വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പപ്പയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന നടത്തും. അപ്പോഴത്തേക്ക് ഗൈസ് ഞങ്ങളുടെ പപ്പയാണെങ്കിൽ കേക്കിന് അവിടെ പോയി. പിന്നെ ഞങ്ങളാണെങ്കിൽ 3 പേരും കൂടി കേക്ക് മുറിക്കുമായിരുന്നു ഗൈസ്. അവസാനം കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ കേക്ക് പരസ്പരം കൊടുക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അവസാനം പപ്പ മില്ലും കൊടുത്ത് പിന്നെ എനിക്കും തന്നിരുന്നു ഗൈസ്. എന്നിട്ട് ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് കേക്കൊക്കെ നല്ല അടിപൊളി കേക്കായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കലണ്ടറുള്ള കേക്കൊക്കെ കാണുന്നത്. ഞങ്ങൾ ഇതുമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഗൈസ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ കണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ടിൻജോ ഞങ്ങളുടെ ബർത്ത്ഡേക്ക് അത് ഇങ്ങനത്തെ കേക്കിലായിരുന്നു. ടിൻജോമ്മ പപ്പയുടെ ബർത്ത്ഡേക്ക് മാത്രം ഇത്ര സ്പെഷ്യലായിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നത്. ഞങ്ങളുടെ ക്യാമറമാനും കൂടിയാണ് ഞങ്ങളുടെ പപ്പ, പിന്നെ എഡിറ്ററും കൂടിയാണ് പപ്പ. വീഡിയോസൊക്കെ ഇടുന്നതാണ്. പിന്നെ ഞങ്ങൾക്കൊരു അസിസ്റ്റൻറ്റ് ക്യാമറയും കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കേക്ക് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. കുറേ നേരം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഉത്സാഹത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കേക്ക് കൊടുത്ത് ആരും തീരുന്നില്ല. അവസാനത്തെ ആൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഓടിപ്പോയി ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നായിരുന്നു. ഇത് ബിവ ചേച്ചിയുടെ ഗിഫ്റ്റായിരുന്നു. കാനഡയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് ഗൈസ്. അതപ്പോൾ ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അപ്പയ്ക്ക് ഒരു ഷർട്ട് കെട്ടിയിരിക്കുന്നു ഗൈസ്. ഞാൻ മിലിനെയാണോ നോക്കിക്കൊണ്ടിരിക്കുക, ഇതിന് എല്ലാവരും നോക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ അടുത്ത ഗിഫ്റ്റ് ഇപ്പോൾ തന്നെ ആയിരുന്നു ഗൈസ്. അടുത്ത ഗിഫ്റ്റ് വന്ന് അടുത്ത ഗിഫ്റ്റ് അപ്പോഴേക്ക് ഒരു ചെറിയൊരു പ്രാങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മിലൻ എന്താണെന്ന് അറിയണോ, പെട്ടെന്ന് അങ്ങ് നോക്കിക്കൊണ്ടായിരിക്കും ഇത് എന്നാ ഗിഫ്റ്റ്, ഇത് എന്നാ ആയിരിക്കും, ഇത് ഏത് ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് പപ്പ ഗിഫ്റ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെച്ച് ഡ്രസ്സായിരിക്കുമെന്ന്. പക്ഷേ ഡ്രസ്സല്ല, ഡ്രസ്സിൻ്റെ തുണിയാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റും ഫ്ലവേഴ്സും ആയിരുന്നു ഗൈസ് അതിനകത്തിരുന്നത്. പിന്നെ അടുത്ത ഗിഫ്റ്റ് ഇനിയുണ്ട് ഗൈസ്. ഇനി അടുത്ത ഗിഫ്റ്റ് ഡയറി മിൽക്ക് ഓറിയോയും മറ്റേ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഗിഫ്റ്റ് അത് മാറ്റിയിട്ട് പിന്നെ അടുത്ത ഗിഫ്റ്റ് ഉണ്ടെന്ന് പിന്നെ പ്രാങ്ക് ചെയ്ത്. അത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ബോക്സ് മാറ്റി പപ്പാനെ പറ്റിക്കാതെന്ന് വിചാരിച്ച് വേറൊരു ഗിഫ്റ്റ് ബോക്സും അതിന് ചെരുപ്പിൻ്റെ ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്യാസ്. അപ്പോൾ അതിനങ്ങനെ തോന്നിയില്ല. പപ്പയ്ക്ക് അത് വെച്ച് സ്പ്രേയും ഷേവിങ് സെറ്റ് ഞങ്ങൾ മേടിച്ചു കൊടുത്ത്. പപ്പ അത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങളെ വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത ഗിഫ്റ്റ് ഞങ്ങളുണ്ടായിരുന്നു. അത് എൻ്റെ ഗിഫ്റ്റായിരുന്നു. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഗിഫ്റ്റായിരുന്നു. അപ്പോൾ പപ്പ ഇതെല്ലാം തുറന്ന് നോക്കുമായിരുന്നു ഗിഫ്റ്റ് എന്തൊക്കെയുണ്ട് വേറെല്ലുണ്ടോ എന്ന് അറിയാൻ. സ്ഥലം ആണെങ്കിൽ മിലം ഇവിടെ ഇതിൻ്റെ സ്മെല്ലും കേട്ടോ, ഇത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ് അടുത്ത എൻ്റെ ഗിഫ്റ്റ് ഞാൻ കൊടുത്തു ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഗിഫ്റ്റാണ് ഗൈസ്. ഞാനും മില്ലും കൂടെ ഉണ്ടാക്കിയ ഗിഫ്റ്റാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ.